കൊണ്ടൽ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പെപ്പെ നായകനായിട്ട് വന്ന ഈ ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. കടല് പശ്ചാത്തലമായിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണിത്. 90% ആഴക്കടലിലെ ഒരു മത്സ്യബന്ധന ബോട്ടിലാണ് പടത്തിന്റെ കഥ അരങ്ങേറുന്നത്. ബോട്ടിൽ പണിയെടുക്കാൻ പോയിട്ട് പണി കൊടുക്കുന്ന മാനുവലിന്റെ കഥയാണിതെന്ന് വേണമെങ്കിൽ പറയാം. തുടക്കമൊക്കെ ഒരു 2000കളിലെ സ്ഥിരം ചില ആക്ഷൻ തമിഴ് പടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ വളരെ ക്ലീഷേ ആയിട്ടുള്ള ഒന്നായിരുന്നു. ഇപ്പോൾ നായകന്റെ ഇൻട്രോയ്ക്ക് വേണ്ടിയുള്ള ഒരു തല്ല്, വില്ലന്മാര്, വില്ലത്തി, പിന്നെ തല്ലും കള്ളുകുടിയും ഒക്കെ കൊണ്ട് മടുത്ത ഭാര്യ വഴക്കിടുന്നത്, നായകൻ നാട് വിടുന്നത്, അങ്ങനെയൊക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കടലിലേക്ക് പടം കഴിയുമ്പോൾ സംഭവം കുറച്ച് വെറൈറ്റി ആയി മാറുകയാണ്. ഈ കടൽ പശ്ചാത്തലം തന്നെയാണ് പടത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. ഈ ബോട്ടിൽ ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുടെ നമുക്കറിയാത്ത കുറെ കാര്യങ്ങളുടെ കുറെ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ഒക്കെ പടം തരുന്നുണ്ട് കേട്ടോ. അതൊരു പോസിറ്റീവാണ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ആക്ഷൻ ഹീറോ ആന്റണി വർഗീസ് പെപ്പെ എന്നാണ് പടം തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത്. ആ ഒരു ഇൻട്രോ പോലെ തന്നെ പുള്ളിയുടെ ആക്ഷന് തന്നെയാണ് പടത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതേസമയം വളരെ ഇമോഷണൽ ആയിട്ട് ഒരു കഥ പറയുന്ന ഒരു സീനിൽ താൻ നല്ലൊരു നടനാണെന്നും പെപ്പെ തെളിയിക്കുന്നുണ്ട്. സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരുന്നെങ്കിലും ഒരു മാസ് റോളിൽ രാജ് ബി ഷെട്ടി പടത്തിലുണ്ട്. പുള്ളി നൈസ് ആയിരുന്നു. നമ്മുടെ നിഷാന്ത് സാഗറാണ് പുള്ളിക്ക് ഡബ് ചെയ്തിട്ടുള്ളത്. ലിപ്സിംഗ് ഒക്കെ പക്ക ആയിരുന്നു. ഷബീർ കല്ലറക്കൽ ചെയ്ത വില്ലൻ വേഷവും കൊള്ളാം. കഴിഞ്ഞ വർഷം ഓണത്തിന് കിങ് ഓഫ് കൊത്തയിൽ വന്നതുപോലെയല്ല, ഇത്തവണ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ റോളിൽ തന്നെയാണ് പുള്ളി വന്നിട്ടുള്ളത്. ചില എക്സ്പ്രഷൻസ്, ഡയലോഗ് ഡെലിവറി ഒക്കെ നൈസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ആവാസ വ്യൂഹത്തിൽ നായകനായിട്ട് വന്ന ഈയിടെ കുറെ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന രാഹുൽ രാജഗോപാലും ഒരു കിടിലൻ റോളിൽ ഈ പടത്തിലുണ്ട്. അതുപോലെ ശരീരഭാഷ, ചില നോട്ടമൊക്കെ കൊണ്ട് നന്ദുവും കൊള്ളാമായിരുന്നു. പ്രമോദ് വെളിയനാട് പതിവിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരു റോളിൽ ഈ പടത്തിലുണ്ട്. അതുപോലെ ശരത് സഭ ഒരു നടൻ എന്ന നിലയിൽ താൻ വളരെ വെർസറ്റൈൽ ആണെന്ന് തെളിയിക്കുന്ന ഒരു അൺകൺവെൻഷണൽ റോളിൽ ഈ പടത്തിൽ വരുന്നുണ്ട്. സാധാരണ ഇത്തരം റോൾസ് വരുമ്പോൾ അത് നേരത്തെ അഭിനയിച്ചിട്ടുള്ള പല പ്രശസ്ത താരങ്ങളും വളരെ ക്ലീഷയാക്കി, കോമാളിയാക്കി, ഒരു കളിയാക്കൽ പീസാക്കി മാറ്റാറുണ്ട്. ഇവിടെ റിയലി ഡിഫറെന്റ് ആൻഡ് നൈസ് ആയിട്ട് ശരത് ആ റോള് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിലെ വില്ലന്മാരൊക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു കേട്ടോ. നമുക്കങ്ങ് പിടിച്ചു കൊല്ലാൻ തോന്നും. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും മണികണ്ഠൻ ആചാര്യയുടെ ക്യാരക്ടർ, അതുപോലെ ഡിക്സൺ ആയിട്ട് വന്ന സിറാജുദ്ദീൻ നാസർ, പിന്നെ ബോട്ടിലെ പയ്യൻ റോളിൽ നജീബ് ബെൻസൺ, ഇവരൊക്കെ നൈസ് ആയിരുന്നു. അഭിരാം രാധാകൃഷ്ണൻ, ആഷ്ലി, അഫ്സൽ തുടങ്ങിയവരും പടത്തിലുണ്ട്. പ്രതിഭ, ഗൗതമി നായർ എന്നിവർ നായികമാരായിട്ടുണ്ട്. കാര്യമായിട്ടൊന്നും തന്നെ അവർക്ക് ചെയ്യാനില്ല. വിക്രമിന്റെ ധൂൾ സിനിമയിൽ ഒരു വില്ലത്തി അമ്മച്ചിയില്ലേ, അതുപോലെ ഒരു റോളിൽ പഴയകാല നടി ഉഷ വരുന്നുണ്ട്. ഇപ്പോ അവനെ വെറുതെ വിടരുത് എന്നൊക്കെ അല്ലറിക്കൊണ്ട് കുറെ ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പുലി വരുന്നത് പോലെ ചീറ്റി വന്നിട്ട് അവസാനം എലി പോലെ പോയി എന്ന് പറയുന്ന പോലെ കാര്യമായിട്ടുള്ള റോളൊന്നും ഇല്ല. ഒരു അമ്മ റോളിൽ ജയാക്കുറുപ്പും മറ്റൊരു റോളിൽ കുടശനാട് കനകവും ഉണ്ട്. VFX ഒക്കെ നൈസ് ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു വൻ ബജറ്റ് പടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉള്ള ആ ഒരു ബജറ്റിൽ നല്ല രീതിയിൽ തന്നെ ഗ്രാഫിക്സ് ഒരുക്കിയിട്ടുണ്ട്. വിക്രം മോർ, കലൈ സിംഗ് സൺ, തപസ് രാജ് എന്നിവർ ചേർന്നാണ് പടത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ളത്. ആക്ഷൻ കൊള്ളാം. ആ ക്ലൈമാക്സിലെ സ്റ്റണ്ട് എടുത്തു പറയണം. സാം സിയസിന്റെ പാട്ടുകളും BGM നൈസ് ആയിരുന്നു. പക്ഷെ ചിലയിടത്ത് BGM വളരെ ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈയിടെ വന്ന ഡിമോണ്ടി കോളനി 2-ലും അതുപോലെ തന്നെ ഈ സിനിമയിലെ കുറച്ച് പോർഷൻസ് ഒക്കെ കണ്ടപ്പോൾ സാം സിയസ് മറ്റൊരു ഗോപി സുന്ദറിനെ പഠിക്കുകയാണോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. ആർട്ട്, കോസ്റ്റ്യൂം ഡിസൈൻ, സൗണ്ട് ഡിസൈൻ എന്നിവയും കൊള്ളാമായിരുന്നു. നെഗറ്റീവ്സ് പറഞ്ഞാൽ പെപ്പെ കഥ പറയുന്ന ആ ഒരു സീനിൽ നമുക്ക് കുറച്ച് ഇമോഷണലി ഫീൽ വരും എന്നുള്ളതല്ലാതെ ഒരു ഇമോഷണൽ കണക്ഷനും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് പടത്തിന്റെ പ്രധാന പ്രശ്നം. ഇപ്പോൾ RDXലെ ഇടി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി സ്ട്രോങ് ആയിട്ട് കണക്റ്റായി ഫീലായി അവനിട്ട് കൊടുക്കട അടി എന്ന് നമുക്ക് തോന്നുമ്പോൾ സ്ക്രീനിൽ അടി വീഴും. ഇവിടെ അത് കിട്ടുന്നില്ല. ഇതിൽ എങ്ങനെങ്കിലും അടി ഉണ്ടാക്കണം എന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ച സിറ്റുവേഷൻസ് പോലെ തോന്നി. അതുപോലെ ഇതിൽ ഇന്റർവെല് കഴിഞ്ഞിട്ട് ഒരു മെയിൻ റിവീൽ കഴിഞ്ഞിട്ട് ഒറ്റയടിക്ക് തീർക്കാവുന്ന സംഭവമേ ഉള്ളൂ. ഇപ്പൊ ഇവന്മാരെ അടിച്ച് തല്ലി തീർക്കുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടെ ഒന്നും തീരാതെ കുറച്ച് മുഷിപ്പിക്കുന്ന വിധത്തിൽ ഇപ്പൊ കൊല്ലും ഇപ്പൊ തല്ലും എന്ന് നമ്മളെങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. പലപ്പോഴും ഈ വില്ലന്മാരുടെ സംശയത്തോടെയുള്ള ഇങ്ങനെ പരസ്പരമുള്ള നോട്ടങ്ങൾ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ ബോറടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒന്നല്ല രണ്ടല്ല കൊല്ലാനുള്ള കുറെ അറ്റംപ്റ്റുകൾ ഫെയിൽ ആവുന്നതൊക്കെ ഒരു ഘട്ടം എത്തുമ്പോൾ ഓവറായിട്ടും തോന്നി. സത്യം പറഞ്ഞാൽ ഒരു 1.5-1.25 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ ഈ പടം. അതുപോലെ തന്നെ ബേസിക് സ്റ്റോറി എന്താണ് എന്ന് നോക്കിയാൽ വലിയ പുതുമയൊന്നുമില്ല. വളരെ ക്ലീഷേ ആയിട്ടുള്ള നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു പ്രതികാര കഥ തന്നെയാണ്. സോ സ്ക്രിപ്റ്റ് ഇങ്ങനെ കടലിൽ ദിശ അറിയാതെ മുങ്ങിത്തപ്പുകയാണ് എന്ന ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഈ കഥാപശ്ചാത്തലം കൊണ്ടാണ് പടം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളിങ്ങനെ കണ്ടു തീർക്കുന്നത്. ഈ കുറേ സമയം ഇങ്ങനെ ക്ലൈമാക്സിൽ എത്താൻ വേണ്ടി കഥ കുറച്ചിങ്ങനെ ലെങ്തിയാക്കി നീട്ടിക്കൊണ്ട് കടലിൽ തന്നെ കുറേ നേരം നമ്മളെ ഇങ്ങനെ എന്താ പറയുക കടൽ ചൂരേറ്റ് മുഷിപ്പിക്കുന്ന വിധത്തിൽ ഒരു മടുപ്പിക്കുന്ന ഫീൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സംഭവം ആ ഒരു കാര്യം മനസ്സിലാക്കി
ആക്കി കഴിഞ്ഞ് ഒറ്റയടിക്ക് തീർക്കാവുന്നതേ ഉള്ളായിരുന്നു. സോ ആകെ മൊത്തം ടോട്ടലിൽ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, എങ്കിലും മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും കഥാപശ്ചാത്തലം കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഹൈ മൊമെന്റ്സ് ഒക്കെയുള്ള, കുറച്ച് നല്ല ആക്ഷൻ സീക്വൻസുകളൊക്കെയുള്ള, അതുപോലെ കുറച്ച് നല്ല പെർഫോമൻസുകളൊക്കെ ഉള്ള ഒരു പടമാണ് കൊണ്ടല്. RDX പോലെ ഒരു ഗംഭീര ഓണത്തല്ല് ആയില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ചിൽ ആക്ഷൻ പ്രേമികൾക്കും അതുപോലെ പെപ്പെ ഫാൻസിനും ഒരു വൺ ടൈം കാണാനുള്ള വകയൊക്കെയുള്ള ഒരു സിനിമയാണ്. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ഈ പടം നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി എന്നാൽ.